ഓമനകളായ വളർത്തുമൃഗങ്ങൾ പാദത്തിലും കാൽവണ്ണയിലും ഒന്ന് ഒരുമി അവയുടെ കടമ തീർക്കും. ആടുമാടുകൾ ഒരു നിമിഷം അയർന്നു നിർത്തിവെച്ച് പടിപ്പുരയോളം കണ്ണയച്ചേക്കും. ഔദാര്യം പറ്റിയ വീട്ടുജോലിക്കാർ അവസാനത്തെ ലാഭത്തിനായി കുറച്ചിട അനുഗമിച്ചേക്കും. നമ്മൾ വെള്ളം നനച്ച ചെടികളാകട്ടെ ഇലകളും പൂക്കളും പൊഴിച്ച് കണ്ണീർ വാർക്കുകയും മെലിഞ്ഞ വള്ളിക്കൈകൾ കൊണ്ട് നമ്മുടെ കുടവത്തുമ്പിൽ പിന്നോട്ട് വരും. ആരവം പരിപാടിയുടെ അമരക്കാരാണ്. എനിക്ക് ബജ്ജി വാങ്ങിച്ചു തന്നവർ. പ്രണയം ഒരു കവിത പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഗണിതശാസ്ത്രം ഇഷ്ടപ്പെട്ട് രസതന്ത്രം പഠിച്ച് വൈകുന്നേരം കണ്ട പോലല്ല, ഇപ്പോൾ കുറച്ച് ആളൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പിള്ളേരുടെയൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ കുറച്ച് പേര് മറകളിക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കവിത അവസാനത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നന്നായി അവതരിപ്പിച്ചു. ഡോക്ടർ PN രാജേഷ് കുമാർ പഞ്ചഭൂതാത്മകമായ പ്രകൃതിയെക്കുറിച്ചുള്ള കവിത ഇവിടെ അവതരിപ്പിച്ചു. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി DJ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ബാക്കിലായിരുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് മാറി നേരെ ചെറിയട്ടടുത്തോട്ട് വന്നു. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിന്നതാണ്. ഒന്നും പറയാനില്ല, വേറെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ രാവിലെ തൊട്ട് കയാക്കിങ് പിന്നെ കൊട്ടവഞ്ചിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. രാവിലെ തൊട്ട് 10 മണി വരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കയറിയില്ല, എനിക്ക് കയറാൻ പറ്റിയില്ല. ഇവനുള്ള കാരണം, കൊച്ചുള്ള കാരണം. ടൂറിസം ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നു, ഒത്തിരി കലാപരിപാടികളുണ്ടായിരുന്നു, നല്ലതായിരുന്നു. കുറച്ച് പിള്ളേർ ആ മരത്തിൽ ഊഞ്ഞാലാടുന്നുണ്ട്. ഊഞ്ഞാൽ 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. ചിറയുടെ ഇപ്പുറത്തും ഉണ്ട്, ചിറയുടെ അപ്പുറത്തും ഉണ്ട് ഊഞ്ഞാൽ. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട 2 വണ്ടി സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടാ സോണി, ആ കാർ ഇവൻ വെള്ളത്തിൽ വിടുവോ? നടുക്കൂടെ പോ. ഹലോ.
ആ മറ്റേ ക്യാമറയിലൊക്കെ എണ്ണയൊക്കെ കാണാം, അത് തുടച്ചു പോയി. ഞാൻ തുടച്ചായിരുന്നു.